ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രേസി PSc ലേണേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2014 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബാബു പറഞ്ഞു, എൻ്റെ അമ്മയുടെ മകളുടെ അച്ഛൻ്റെ സഹോദരിയാണ് അവർ. ആ സ്ത്രീ ബാബുവിൻ്റെ ആരാണ്? ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? ബാബുവിൻ്റെ അമ്മയുടെ മകളുടെ അച്ഛൻ, അതായത് ബാബുവിൻ്റെ അച്ഛൻ തന്നെ. ബാബുവിൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ് ആ സ്ത്രീ എന്നാണ് ബാബു പറയുന്നത്. അപ്പോൾ ബാബുവിൻ്റെ അച്ഛൻ്റെ സഹോദരി എന്ന് പറയുമ്പോൾ ബാബുവിൻ്റെ ആരായിരിക്കും? അമ്മായി ആയിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഷെയിം എന്നത് 37681 എന്നും റോഡ് എന്നത് 2465 എന്നും കോഡ് ചെയ്താൽ അതേ ഭാഷയിൽ ഹിയർ എന്നത് എങ്ങനെ കോഡ് ചെയ്യാം? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഷെയിം എന്നത് 37681, റോഡ് എന്നത് 2465. അപ്പോൾ ഈ വേർഡിൽ ഏത് പറഞ്ഞ വേർഡ് കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്? രണ്ടിലും വന്നേക്കുന്നത് 6 എന്ന കോഡാണ്. സാധാരണ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് PSC എക്സാം തുടങ്ങുമ്പോൾ തന്നെ ABCD എന്ന് പറഞ്ഞ 1 to 26 വരെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു കോഡ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ HEAR എന്ന് പറഞ്ഞ വേർഡ് ഇതിൽ രണ്ടിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ കറസ്പോണ്ടിങ് ആയിട്ട് വന്നേക്കുന്ന നമ്പർ എത്രയാണോ അത് എഴുതി കൊടുക്കാനേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ എയുടെ കോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ആണ്. അതുപോലെ 6ന് വന്നേക്കുന്ന കോഡ് എത്രയാ? 6 എന്ന് പറഞ്ഞാൽ 2 ആണ് കോഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 2. E എന്ന് പറഞ്ഞ ലെറ്ററിന് വന്നേക്കുന്ന കോഡ് ഇവിടെ ഉണ്ട്. E എന്ന് പറഞ്ഞ ലെറ്ററിന് വന്നേക്കുന്ന കോഡ് 1 ആണ്. H എന്ന് പറഞ്ഞ ലെറ്ററിന് വന്നേക്കുന്ന കോഡ് ഇവിടെ ഉണ്ട്. എത്രയാണ്? 7. അപ്പോൾ ആൻസർ വരുന്നത് 7162. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 65872 മൈനസ് 4117 മൈനസ് 3218 ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് പ്ലസ് 16218. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മളോട്, ഇവിടെ ഉള്ള നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ തൽക്കാലം ഈ ക്വസ്റ്റ്യൻ മാർക്കിനെ ഇവിടേക്ക് എഴുതിയാൽ, അതായത് ഇത് ഇപ്പുറത്തോട്ട് വരണം. ഈക്വൽ ടു ഇപ്പുറത്ത് വന്നാൽ എന്താവും? പ്ലസ് എന്നുള്ളത് മൈനസ് ആവും. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട നമ്പർ. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, 3 നമ്പർ നെഗറ്റീവ് നമ്പറാണ്. അപ്പോൾ ഈ 3 നമ്പറും കൂടി ആദ്യം നമ്മൾ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് എന്ന് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ മാർക്ക് എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ആ നമ്പറിനെ കൂടി ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ പ്ലസ് ആയിരുന്നു. അപ്പോൾ പ്ലസ് ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും. ഇനി ഇത് 3ഉം ആഡ് ചെയ്താൽ എന്താ വരിക? 4117 മൈനസ് 3218 മൈനസ് 16212. ആ 3 നമ്പറും ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. അത് 3ഉം ആഡ് ചെയ്യുമ്പോൾ വരുന്ന ആൻസർ എന്ന് പറയുന്നത് 23553 ആണ്. അതൊന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 23553 കിട്ടും. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് 65872 65872 മൈനസ് 23553 ഇതാണ് വരിക. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? ഇത് മൈനസ് ചെയ്ത് നോക്കിയാൽ ആൻസർ വരുന്നത് 9 1 3 2 4 42 319. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തുള്ള നമ്പറിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ പ്ലസ് ആണെങ്കിൽ അത് മൈനസ് ആവും, ഓപ്പോസിറ്റ് സൈനാവും. ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ ഇത് നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് വരുന്നത് 65872 മൈനസ് 23553. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലീന മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കിഴക്കോട്ടും ഇന്ദു മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിൽ വടക്കോട്ടും ഒരു സ്ഥലത്തു നിന്നും രാവിലെ 8 മണിക്ക് കാർ ഓടിച്ചു പോയി. 2 മണിക്കൂർ കഴിയുമ്പോൾ അവർ തമ്മിലുള്ള ഏറ്റവും ചുരുങ്ങിയ അകലം എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കണേ ക്വസ്റ്റ്യനിൽ?
ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടുപേരും ഒരു സ്ഥലത്ത് നിന്ന് യാത്ര തുടങ്ങിയാണ്. ലീന മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കിഴക്കോട്ട് പോയി. കിഴക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോയി. 40 കിലോമീറ്റർ വേഗത്തിൽ കിഴക്കോട്ട് പോയി. ഇന്ദു ആണെങ്കിൽ 30 കിലോമീറ്റർ വേഗത്തിൽ വടക്കോട്ട് പോയി. അതായത് മുകളിലേക്ക്. വടക്ക് എന്ന് പറയുന്നത് മുകൾ ഭാഗമല്ലേ. പിന്നെ പറഞ്ഞിട്ടുണ്ട് 2 മണിക്കൂറാണ് കഴിയുമ്പോഴുള്ള അകലമാണ് ചോദിച്ചേക്കണേ. 2 മണിക്കൂർ കഴിയുമ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോഴാണ് ഇന്ദു 30 കിലോമീറ്റർ ആവണേ. അപ്പൊ 2 മണിക്കൂർ കഴിയുമ്പോൾ എത്രയാവും? 60 കിലോമീറ്റർ ആവും. അതുപോലെ കിഴക്കോട്ട് പോയേക്കണ ആള് ഈ ലീന പോയേക്കുന്നത് 40 കിലോമീറ്റർ സ്പീഡിലാണ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ പോവും. അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ എത്ര കിലോമീറ്റർ സ്പീഡിൽ എത്രയും സഞ്ചരിച്ചിട്ടുണ്ടാവും? 80 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവും. 2 മണിക്കൂറിന്റെ കാര്യമാണ് പറഞ്ഞേക്കണേ. ഓരോ മണിക്കൂറിൽ എത്ര സഞ്ചരിക്കണമെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ? ഇവർ തമ്മിലുള്ള ചുരുങ്ങിയ അകലം എത്രയാണ്? ഇവർ തമ്മിലുള്ള ഏറ്റവും കുറവ് അകലം എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ ലൈനാണ് ഇവർ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം. ഇത് നമ്മൾക്ക് പൈത്തഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെയുള്ള ഈ അകലം എന്ന് പറയുന്നത് √60² പ്ലസ് 80². 3600 പ്ലസ് 8400. ആഡ് ചെയ്യുമ്പോൾ എത്ര വരാം? റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ 100 എന്ന് വരും. 100 കിലോമീറ്റർ ആണ് അപ്പോൾ ഇവർ തമ്മിലുള്ള ഏറ്റവും ചുരുങ്ങിയ ദൂരം. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ലീന 40 കിലോമീറ്റർ വേഗത്തിൽ കിഴക്കോട്ട് സഞ്ചരിച്ചു. കിഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇങ്ങോട്ടാണ്. കിഴക്കെന്ന് പറയുമ്പോൾ ഈ സൈഡാണ്. അപ്പോൾ 2 മണിക്കൂർ കൊണ്ട് 80 കിലോമീറ്റർ സഞ്ചരിക്കും. അതുപോലെ ഇന്ദു 30 കിലോമീറ്റർ വേഗത്തിൽ വടക്കോട്ട് സഞ്ചരിച്ചു, അതായത് മുകൾ ഭാഗത്തേക്ക്. 2 കിലോമീറ്റർ കഴിയുമ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ 1 മണിക്കൂറിൽ 30, 2 മണിക്കൂറാകുമ്പോൾ 60 കിലോമീറ്റർ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഏറ്റവും ചുരുങ്ങിയ അകലം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. അതായത് ഈ ലൈനാണ് നമ്മൾ കാണേണ്ടത്. ഇത് പൈത്തഗോറസ് തിയറം വെച്ചിട്ട് √60² പ്ലസ് 80² എന്ന് കാണാം. 60ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3600, 80ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6400. അപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10,000. റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ 100 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലണ്ടർ, അതുപോലെ സമയം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീയതി നോക്കാൻ വേണ്ടി നമ്മൾ കലണ്ടറാണ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ സമയം നോക്കാൻ നമ്മൾ എന്താ യൂസ് ചെയ്യല്? ക്ലോക്കാണ് യൂസ് ചെയ്യല്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 66/2/3% 96 ആയാൽ അതിൻ്റെ 25% എത്ര? അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ സംഖ്യ എന്ന് പറയുന്നത് n ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? n-ന്റെ 66/2/3% എന്ന് പറയുന്നത് 96 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്താ എഴുതാൻ പറ്റുക? 66/2/3 എന്ന് പറയുന്നത് നമുക്കറിയാം 2/3 ആണ്. ഇത് ഈക്വൽ ടു 96 വരും. അപ്പോൾ n ചെയ്തിട്ടുണ്ടെങ്കിൽ 96 × 3/2 എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഇതാണെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ 25% എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ 25%. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 25 100ൽ 4 പ്രാവശ്യം, 2 × 4 ഇപ്പോൾ താഴെ 8 ആയി. 8 96ൽ 9ൽ 1 പ്രാവശ്യം, 16ൽ 2 പ്രാവശ്യം, 12 × 3 36 ആണ് നമ്പറായിട്ട് കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്
ഒരു സംഖ്യയുടെ 66/2/3% എന്ന് പറയുന്നത് 96ആണ്. അത് നമ്മൾ എഴുതി സംഖ്യ n ആയിട്ട് എടുത്തു. n-ന്റെ 66/2/3% എന്ന് പറയുന്നത് 96ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാകാത്തൊരു കാര്യം, ഇതിന് പകരം നമ്മൾ അടുത്ത സ്റ്റെപ്പിലായിട്ട് 2/3 എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് എഴുതാം? ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. 66/2/3% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ 2/3 ആണ്. ഇതൊക്കെ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ടൈം പോവാതെ ചെയ്യാൻ പറ്റും. അതുപോലെ വേറൊരു നമ്പർ ഉണ്ട് 33 1/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/3% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/3 ആണ്. ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. അറിയാത്തവരെല്ലാം ഈ കുറച്ച് വാല്യൂസ് പഠിച്ചു വെച്ചാൽ കുറച്ചും കൂടി ടൈം കളയാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 66/2/3% ഈ നമ്പറിനെ എങ്ങനെ മാറ്റി എഴുതാം? ആദ്യം ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യാം. 66 × 3 198. പിന്നെ ആൻസറിനെ +2 ചെയ്യും. +2/3. ഇത്രയും ശതമാനം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ശതമാനത്തിൻ്റെ സൈൻ കളയാനായിട്ട് നമ്മൾ എന്താ ചെയ്യൽ? ഇൻറ്റു 100 എന്ന് എഴുതും. അപ്പം ഇത് മുകളിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 200 200/300 സീറോകൾ ക്യാൻസൽ ചെയ്ത് പോകും. 2/3 എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ നേരെ ചെയ്തത്. 66/2/3% എന്ന് പറഞ്ഞാൽ 2/3. അപ്പോൾ ഈ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെപ്പോഴും ഈ ഒരു വാല്യൂവിന് ഇത് തന്നെയാണ് ആൻസർ വരും. ഇങ്ങനത്തെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഇതെല്ലാം പഠിച്ചു വെച്ചാൽ ഇങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ആ ടൈം കളയണ്ട. അപ്പോൾ ഇങ്ങനത്തെ നമ്പേഴ്സ് എല്ലാം ബൈ ഹാർട്ട് പഠിച്ചു വെക്കാം. അതുപോലെ 33 1/3% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഗ്രൂപ്പിലെ 20 പേരുടെ ശരാശരി വയസ്സ് 27 2 ആളുകൾ കൂടി ചേർന്നതോടെ ശരാശരിയിൽ 1 വർഷത്തെ വർധനവുണ്ടായി. പുതിയതായി വന്ന 2 ആളുകളുടെ ആകെ വയസ്സ് എത്ര? അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ മോഡൽ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്? അവർ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് 20 പേര് 27 ശരാശരി. അപ്പോൾ വയസ്സുകളുടെ തുക കാണണം. ശരാശരി ഇൻറ്റു എണ്ണമാണ് തുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? 20 ഇൻറ്റു 27 എത്രയാന്ന് നോക്കണം. അപ്പോൾ ആൻസർ വരുന്നത് 540 ആൻസർ ആയിട്ട് വരാം. ഇനി അടുത്ത കേസായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് 20 ആളെന്നുള്ളത് 2 ആളും കൂടി കൂടി. അപ്പോൾ എത്രയാവും? ആളുകളുടെ എണ്ണം 22 ആവും. അങ്ങനെയാവുമ്പോൾ ശരാശരിയിൽ എന്താ വ്യത്യാസം വരുന്നത്? 1 വർഷത്തിന്റെ വർധനവുണ്ടാവും. ഇവിടെ മുൻപ് ശരാശരി 27 ആയിരുന്നു. ഈ ശരാശരിയിൽ 1 വർഷത്തെ വർധനവുണ്ടായി. 27 എന്നുള്ളത് 28 ആവും. ഇത് തമ്മിൽ ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ വരുന്നത് 616. അപ്പോൾ ഈ നമ്പേഴ്സ് തമ്മിലൊന്ന് മൈനസ് ചെയ്ത് നോക്കണം. 616 മൈനസ് 540 ചെയ്ത് നോക്കണം. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 76. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതേ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ചെയ്തതാണ്. അതേ മോഡലിൽ തന്നെ ഈ ക്വസ്റ്റ്യനും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, 0.45 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം ഏതാണ്? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് 0.45 എന്നാണ്. 0.45 എന്ന് പറഞ്ഞാൽ നമ്മൾ ഭിന്നസംഖ്യ ആക്കുമ്പോൾ എന്താ ചെയ്യുക? 2 പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പറാണുള്ളത്. അപ്പോൾ ബൈ 100 എന്ന് എഴുതും. ഇതിനെ 5 കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വരാം? ഇവിടെ 9 വരും, ഇവിടെ 20 വരും. അപ്പോൾ 0.45 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപമാണ് 9/20. ഈ ഓപ്ഷനിൽ അതിൻ്റെ കറക്റ്റ് ആൻസർ തന്നിട്ടില്ല. കറക്റ്റ് ആൻസർ വരുന്നത് 9/20 അടുത്ത ക്വസ്റ്റ്യൻ, മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന 240 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയമെടുക്കും? അപ്പോൾ ഇത് ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത് രണ്ടും ഒരേ അളവ് തന്നെയാണോ. ഇവിടെ ഇപ്പോൾ കിലോമീറ്റർ ആണ്, പക്ഷെ ഇവിടെ മീറ്റർ ആണ്.
അപ്പോൾ ഇവിടെ 72 കിലോമീറ്റർ പെർ മണിക്കൂർ. അപ്പോൾ അതിനാണ് നമ്മൾ ആദ്യം ഒന്ന് മാറ്റണം. 72 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്റർ പെർ അവറിനെ മീറ്ററിലേക്ക് മാറ്റണം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അതിന് നമുക്ക് അറിയാം എന്തുകൊണ്ടാണ് 72 ഇൻറ്റു ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ടത്? 5/18 കൊണ്ട്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിൽ ആക്കാനായിട്ട് 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 4 എന്ന് വരും. 4 ഇൻറ്റു 5 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ 72 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയം എടുക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ചെയ്യാനായിട്ട് 240 ആണ് തീവണ്ടിയുടെ നീളം ബൈ ആ സ്പീഡാണ് ചെയ്യേണ്ടത്. സ്പീഡ് എത്രയാണ്? 72 കിലോമീറ്റർ പെർ അവർ ആണ്. അതിനെ നമ്മൾ മാറ്റിയിട്ട് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 0 ക്യാൻസൽ ചെയ്തു പോകും. 12 സെക്കൻഡാണ് സമയം വേണ്ടത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് രണ്ടും ഒരേ, ഇവിടെ കിലോമീറ്റർ ആണ്, ഇവിടെ മീറ്റർ ആണ്, അങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റാം. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മാറ്റാനുള്ള നമ്പറാണ് 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതുപോലെ മീറ്റർ പെർ സെക്കൻഡിനെ തിരിച്ച് കിലോമീറ്റർ പെർ അവറിലാക്കാനാണെങ്കിൽ 18/5 കൊണ്ട്. ആ രണ്ട് നമ്പർ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കണം. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയം എടുക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. അത് ഇപ്പോൾ ടെലിഫോൺ പോസ്റ്റ് അങ്ങനെ ടെലിഫോൺ പോസ്റ്റ് ഒരാളെ മറികടക്കാൻ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് തീവണ്ടിയുടെ നീളം ബൈ ആ തീവണ്ടിയുടെ സ്പീഡ് എത്രയാണോ ആ സ്പീഡ്, അത് ചെയ്താൽ ആൻസറായി. അപ്പോൾ ഇവിടെ തീവണ്ടിയുടെ നീളം എന്ന് പറയുന്നത് 240 മീറ്റർ ആണ്. അതുപോലെ സ്പീഡ് എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 12 സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സാധനം 1980 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായാൽ അതിൻ്റെ യഥാർത്ഥ വില എന്ത്? ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥ വിലനേക്കാളും 10% കുറവിന് വിറ്റതാണ് 1980. അതായത് യഥാർത്ഥ വില ഇപ്പോൾ ഒരു എക്സ് ആണെന്ന് വിചാരിക്കുക, അതിൻ്റെ 10% കുറവ്. അപ്പോൾ എത്രയാ? യഥാർത്ഥ വിലയുടെ 90% എന്ന് പറയുന്നതാണ് എത്ര? 1980 എന്നാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ യഥാർത്ഥ വില എത്ര വരും? എക്സ് എന്ന് പറയുന്നത് 1980 ഇൻറ്റു ഇവിടെ 90% എന്ന് പറയുമ്പോൾ 90/100 എന്നാണ്. ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും? 100/90 എന്ന് പോകും. 0 ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 9 19 2 പ്രാവശ്യം വീണ്ടും ബാലൻസ് 1 വന്നിട്ടുണ്ട്. 18 2. ആൻസർ വരുന്നത് 2200 എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥ വിലനേക്കാളും 10% കുറവിന് വിൽക്കുമ്പോൾ 1980 രൂപ. അതായത് യഥാർത്ഥ വിലയുടെ 90% എന്ന് പറയുന്നതാണ് 1980 എന്ന് പറഞ്ഞ നമ്പർ. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ 1980 ഇൻറ്റു 100/90. ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്. പിന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 10 ക്വസ്റ്റ്യൻസ് നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ക്രേസി PSc ലേണേഴ്സ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.